ഹലോ എവരിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിവിടെ ഹൈദരാബാദിൽ ഒരു സ്കൂളിൽ ഡാൻസ് ടീച്ചറായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ ഒരു ഷിഫ്റ്റിംഗ്. നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഞാനിപ്പോൾ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ്. മിഡിൽ ഓഫ് അക്കാഡമിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ജോലി കിട്ടിയപ്പോൾ എബ്രോഡാണ് ജോലി കിട്ടിയത്. ആസ് എ ഡാൻസ് ടീച്ചർ ഫുജൈറയിലാണ് ജോലി കിട്ടിയിരിക്കുന്നത്, പാർട്ട് ഓഫ് ദുബായ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഹൈദരാബാദിൽ നിന്ന് നേരെ കേരളത്തിലേക്ക് പോകും. അവിടെ നിന്നായിരിക്കും നമുക്ക് നേരെ ദുബായിലേക്കുള്ള ടിക്കറ്റും കാര്യങ്ങളും എല്ലാതും. ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇത് അയച്ചിട്ടുണ്ടായിരുന്നത് 2024 ഏപ്രിൽ മെയ് ആ ഒരു സമയത്തായിരുന്നു ഞാൻ എൻ്റെ CV അയച്ചിട്ടുണ്ടായിരുന്നു എബ്രോഡുള്ള സ്കൂളുകളിലേക്ക്. അത് ഭയങ്കര വലിയൊരു കഥയായിരുന്നു. ഞാൻ അവിടെ പോയിട്ട് ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ജോലി. പക്ഷെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അറൗണ്ട് ഒരു മാസം ഞാൻ അവിടെ നിന്നു. എന്നിട്ട് ഞാൻ അവിടെ കിട്ടുന്നില്ല. അവർ കൂടുതലും എക്സ്പീരിയൻസ് ആയിരുന്നു ചോദിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല. ഞാൻ PG കഴിഞ്ഞ് നേരെ ഞാൻ അവിടേക്ക് പോയിട്ട് ആ സ്കൂളുകളിൽ നേരിട്ട് ഞാൻ കൊണ്ടുകൊടുത്തു എൻ്റെ CV. ഞാൻ എല്ലാ ദിവസവും ഞാൻ ഇമെയിൽ അയച്ചു. ഓരോ ഏരിയകൾ നോക്കി, സ്കൂൾ ഏരിയകളിൽ നോക്കി CV കൊടുത്തിരുന്നു. അപ്പോഴും നമുക്ക് റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ 2-3 ഇൻ്റർവ്യൂയോളം ഞാൻ അറ്റൻഡ് ചെയ്തു. അപ്പോൾ എല്ലാവരും മെയിനായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്ന എക്സ്പീരിയൻസ് ആയിരുന്നു. അത് നമുക്ക് ഇല്ലല്ലോ. ഞാൻ PG കഴിഞ്ഞ് നേരെയായിരുന്നു 2024 മാർച്ചിലായിരുന്നു എൻ്റെ PG കഴിഞ്ഞത്. അപ്പോൾ അതിനുശേഷം ഞാൻ പോവുകയാണ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഇരുന്ന് അയച്ചാൽ മതിയായിരുന്നു. എൻ്റെ കസിൻ ഉണ്ടായിരുന്നു അവിടെ. ഞാൻ അവരുടെ കൂടെയാണ് നിന്നത്, എല്ലാതും എന്നെ സഹായിച്ചത്, എല്ലാതും ചെയ്തത്. ആ ഒരു കാലത്ത് ഞാൻ കുറേ സ്കൂളുകളിലേക്ക് ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇപ്പോഴാണ് എനിക്ക് റെസ്പോണ്ട് ചെയ്തത്. പെട്ടെന്നായിരുന്നു ഇമെയിലേക്ക് വന്നു, ഒരു ഇൻ്റർവ്യൂ കോൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ഇൻ്റർവ്യൂ കോൾ വിളിക്കുകയാണ് ചെയ്തത്. അന്ന് തന്നെ ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് അത് അന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അവർ എന്നിട്ട് പിന്നെ റീഷെഡ്യൂൾ ചെയ്യാണ് ചെയ്തത്. റീഷെഡ്യൂൾ ചെയ്ത് അടുത്ത ദിവസത്തേക്ക് ഇൻ്റർവ്യൂ വെച്ചു. ശനിയാഴ്ചയായിരുന്നു ആ ദിവസം. ശനിയാഴ്ച ഞാൻ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു. ആ ഇൻ്റർവ്യൂവിൻ്റെ ക്ലിപ്പിങ്സ് ഞാൻ ഇവിടെ ഇടാം. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാതിരിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഡ്രസ് കോഡിൽ തന്നെയായിരുന്നു ഞാൻ അറ്റൻഡ് ചെയ്തത്. അമ്മയാണ് അവിടെ പിന്നിൽ നിന്ന് എൻ്റെ ഇൻ്റർവ്യൂ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത്, അങ്ങനെ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ആയിരുന്നു നമുക്ക് ഇൻ്റർവ്യൂവിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇമെയിലിൽ തന്നെ നമുക്ക് Zoom ലിങ്ക് അയച്ചു തന്നു. അതിനുശേഷം ആ ഒരു ടൈമിൽ നമ്മൾ അങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ശനിയാഴ്ച നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഞായറാഴ്ച ഭയങ്കര ടെൻഷനായിട്ടുള്ളൊരു ദിവസമായിരുന്നു. തിങ്കളാഴ്ച എന്നിട്ട് എനിക്ക് രാവിലെ കോൾ വരികയാണ് ചെയ്തത്. അവിടെ നിന്ന് UAE നിന്ന് കോൾ വരികയാണ് ചെയ്തത്. സെലക്റ്റഡാണ്, നമുക്കുള്ള പാക്കേജും കാര്യങ്ങളൊക്കെ അവർ ഫോണിൽ കൂടെ പറയുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഇത് സംഭവിച്ചത്. എനിക്ക് 2 മാസത്തെ നോട്ടീസ് പീരീഡാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ 2 മാസത്തിന് ശേഷമുള്ള ഒരു ദിവസത്തിലാണ് അവരെനിക്ക് ജോയിൻ ചെയ്യാനുള്ള എക്സ്പെക്റ്റഡ് ബോർഡിങ് ഡേറ്റ് തന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ എൻ്റെ സ്കൂളിലും ഞാൻ കാര്യം അവതരിപ്പിച്ചു. അങ്ങനെയായിരുന്നു എനിക്ക് ഈ ജോലി കിട്ടിയിട്ടുള്ളൊരു കഥ. അപ്പോൾ അതിനുശേഷം കുറേ പ്രൊസീജിയേഴ്സ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിനുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഹൈദരാബാദിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യാണ്. ഇപ്പോൾ കേരളത്തിലേക്ക് എല്ലാ സാധനങ്ങളും കൊണ്ടുപോകണം. നമ്മൾ പക്ഷേ ഫ്രിഡ്ജും കാര്യങ്ങളും വാഷിംഗ് മെഷീനൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ. നമ്മൾ പുതിയതായിട്ട് 2 കട്ടിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ പായ, പിന്നെ ഡ്രസ്സും കാര്യങ്ങളും, കിച്ചൺ വീട്ടിൽ നിന്ന് നമ്മൾ ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കിച്ചൺ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പം നമ്മളതൊക്കെ ഇനി അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം. ഡിസംബർ ഈ സമയത്ത് ഇപ്പോൾ വെക്കേഷൻ ആണല്ലോ. അപ്പോൾ ഇവിടെ 4 ദിവസമാണ് വെക്കേഷൻ. 25 to 29 4 ദിവസമാണ്. അപ്പോൾ ആ ഒരു ദിവസങ്ങളിൽ ആ ഒരു സമയത്ത് ഞാൻ വീട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചിന്നമ്മയുടെ കല്യാണം ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകുമ്പോൾ എന്തായാലും ഇവിടുന്ന് ഫുൾ ഷിഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാ സാധനങ്ങളും എടുത്തിട്ട് പോവുകയാണ്. അപ്പോൾ ഇനി ഇവിടുത്തെ ഗ്യാസ് കണക്ഷനൊക്കെ കൊടുക്കണം, നമ്മൾ അങ്ങനെ തന്നെ റിട്ടേൺ ചെയ്യണം. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനും എന്തായാലും ഈ വിവരം ഞാൻ നിങ്ങളുടെ അടുത്ത് അറിയിക്കാമെന്ന് വിചാരിച്ചു. ഇതിനോടൊപ്പം തന്നെ CV എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതും ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ആ ഒരു വീഡിയോയും വരും. അത് കുറേ ആളുകൾക്ക് അത് ഉപകാരപ്പെടും. ഞാൻ ഈ ജോലിക്ക് വേണ്ടി നടന്ന ആ ഒരു സമയത്ത് എനിക്ക് മനസ്സിലായി എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഒരു ജോലി കിട്ടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കിട്ടുന്ന ആ ഒരു സമയത്ത് നമ്മൾ സ്ട്രഗിളിങ് ഉണ്ട്. അതിൻ്റെ ഒരു സ്ട്രഗിളിങ്
അപ്പോൾ അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് CV. അത് നമ്മൾ എങ്ങനെ തയ്യാറാക്കണം. ഒരു സ്കൂള് നമ്മളെ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത് നമ്മുടെ CV-യിലൂടെയാണ്. അപ്പോൾ ആ CV അത്രയ്ക്ക് ഇമ്പ്രസീവ് ആയിരിക്കണം, അത്രയ്ക്ക് നമ്മുടെ കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ളതായിരിക്കണം, അട്രാക്റ്റീവ് ആയിരിക്കണം. 100 CV-കൾ ഡെയിലി വന്നുകൊണ്ടിരിക്കണം. അതിൽ നിന്ന് നമ്മളെ എങ്ങനെ പിക്ക് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള ഒരു അട്രാക്റ്റീവ് CV എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ഒരു വീഡിയോ ഞാൻ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് എനിക്ക് ജോലി കിട്ടിയ ഒരു ജേണി ഉണ്ടായത്. ജോലി കിട്ടിയതിന് ശേഷം കുറേ പ്രൊസീജിയേഴ്സ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയും ഞാൻ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അത് ടീച്ചർ ആവാൻ ഉദ്ദേശിക്കുന്നവർ, പുറത്ത് ടീച്ചിങ് ജോബ് ഉദ്ദേശിക്കുന്നവർ, ഞാൻ ഇവിടെ ഇന്ത്യയിൽ നമുക്ക് ICSE, CBSE ഇൻ്റർനാഷണൽ സ്കൂളുകളിൽ നമുക്ക് എങ്ങനെ ടീച്ചറായിട്ട് ജോലി ചെയ്യാം എന്നുള്ള, അത് നമുക്ക് എങ്ങനെ വേക്കൻസികൾ അറിയാം, അത് എങ്ങനെ നമുക്ക് അപേക്ഷിക്കാം എന്നുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ഞാനിതിൽ അറ്റാച്ച് ചെയ്യാം. അതും കൂടി ഒന്ന് നോക്കിക്കോളൂ. ഇനി അബ്രോഡ് എങ്ങനെ നമുക്ക് ജോലി നമുക്ക് അന്വേഷിക്കാം എന്നുള്ളത് ഞാൻ വീഡിയോ പിന്നാലെ നമുക്ക് ഇടാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഈ കാര്യങ്ങൾ കുറേ ആൾക്കാർ ഇതിൽ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ഈ ടീച്ചിങ് ജോബിനെ പറ്റിയിട്ട് എങ്ങനെ കാര്യങ്ങൾ എന്നുള്ളത് ഞാൻ ഈ ചാനലിലൂടെ ഞാൻ ഇടാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉപകാരപ്രദമാവും എന്ന് വിചാരിക്കുന്ന ആൾക്കാരിലേക്ക് നിങ്ങൾ എത്തിക്കുക. അപ്പോൾ അതവർ ഇനി പുറത്ത് ജോലി അന്വേഷിക്കുന്നവർ, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഫ്രഷേഴ്സ് ജോലി അന്വേഷിക്കുന്നവർക്കൊക്കെ ഈ വീഡിയോ ഉപകാരപ്പെടും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് അബ്രോഡാണെങ്കിലും എനിക്ക് റെഫർ ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതെന്നെ റെഫർ ചെയ്യാനുണ്ടായിരുന്നില്ല, പിന്നെ എക്സ്പീരിയൻസും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ റിട്ടേൺ ആയത് അവിടെ നിന്ന്. പിന്നെ എനിക്ക് അവിടെ തന്നെ നോക്കി എനിക്ക് ഇവിടെയും കൂടി ഒന്ന് എക്സ്പീരിയൻസ് ആയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് 1.5 മാസത്തിനുള്ളിൽ തന്നെ ഞാൻ റിട്ടേൺ ആയത്. അതിനുശേഷം ഞാൻ ഇവിടെയുള്ള സ്കൂളുകളിലേക്ക് അപേക്ഷിച്ചു. അങ്ങനെയാണ് എനിക്കിവിടെ ഹൈദരാബാദിൽ കിട്ടിയത്. അപ്പോൾ ഇവിടെ എന്തായാലും എനിക്ക് എക്സ്പീരിയൻസ് ആയി, അപ്പോൾ ഉപകാരപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പോൾ പഠിത്തം കഴിഞ്ഞ് പോവുക അത് എല്ലാവരുടെയും സ്വപ്നമായിരിക്കും. പക്ഷേ എല്ലാവരും നാട്ടിൽ എക്സ്പീരിയൻസ് ഉണ്ടായതിന് ശേഷം നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതൊരു ബലമാണ്. പിന്നെ ആ ഒരു ജോലി എങ്ങനെയായിരിക്കും എന്നുള്ള ആ ഒരു ലൈനും നമുക്ക് കിട്ടും. അപ്പോൾ അത് എക്സ്പീരിയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടീച്ചിങ്ങിലാവട്ടെ, ഏതൊരു ജോലിയിലാവട്ടെ. അപ്പോൾ അതും ശ്രദ്ധിക്കുക എല്ലാവരും. അപ്പോൾ അതായത് പഠിത്തം കഴിഞ്ഞ ഉടനെ നാട്ടിൽ എവിടെയെങ്കിലും എക്സ്പീരിയൻസ് ആയതിനു ശേഷം പോവായിരിക്കും ബെറ്റർ. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നാലെ നമ്മൾ വീഡിയോസ് ആയിട്ട് ഇടാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എല്ലാവരും ഇത് ഉപകാരപ്പെടുന്നവർക്ക് എന്തായാലും ഇത് അയച്ചു കൊടുക്കുക. റെഫറൻസ്, എക്സ്പീരിയൻസ്, അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ വഴിയിലൂടെ നമ്മൾ പോകുമ്പോഴാണ് നമുക്ക് ഓരോ പുതിയ കാര്യങ്ങൾ മനസ്സിലാവുക. അങ്ങനെ ഞാൻ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി, ഇനിയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ കിടക്കണം. അപ്പോൾ ഇനി പോകുന്ന കാര്യങ്ങളും എല്ലാതും ഇനി എൻ്റെ ചാനലിലുണ്ടാവും. എന്നെ പറ്റി അറിയാനും അല്ലെങ്കിൽ എൻ്റെ ജോലിയെ പറ്റി അറിയാനും താല്പര്യപ്പെടുന്നവർക്ക് ഈ ചാനൽ ഫോളോ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ഈ കാര്യം ഉപകാരപ്പെടുന്നവർക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, ബൈ. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നാലെ വരും. ഇത്രയും കണ്ട എല്ലാവർക്കും, ഇത്രയും ക്ഷമയോടെ കണ്ട എല്ലാവർക്കും താങ്ക് യു. ഇനി പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ